ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ 3 സ്റ്റാർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തയുടെ മുടി ഒന്നും കെട്ടില്ല, ഒന്നും വിചാരിക്കേണ്ട. ഇന്ന് നമ്മൾ ഞായറാഴ്ച ദിവസമായിട്ടാവും. അപ്പോൾ ഇന്ന് തന്നെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഒരുപാട് തിരക്കാട്ടെ. എനിക്ക് ഇന്ന് ഒന്നാമത് നേരം വൈകിട്ട് എണീച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതാക്കുന്ന ഇപ്പോൾ ചായയൊക്കെ കുടിച്ച് ഇപ്പോൾ ചോറിന് അരിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ കറിയൊക്കെ വെക്കണം. ഇന്നിപ്പോൾ നമ്മളെ പെണ്ണുങ്ങളായാലും അറിയാലോ, കുടുംബശ്രീയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ കോയിനൊന്നും തുറന്നില്ല കേട്ടോ. അപ്പോൾ എന്തായാലും കുറച്ച് നേരം വൈകി എണീച്ചുകൊണ്ട് ഇന്നൊക്കെ നേരം വൈകിട്ടാണ് പോണത്. അപ്പോൾ ഇതാക്കുന്ന ഇന്ന് ചെറിയൊരു വീഡിയോ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു, പക്ഷെ ഒന്നും നേരമില്ലാത്തതുകൊണ്ട്. അപ്പോൾ ഇതാക്കുന്ന നമുക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് പെട്ടെന്ന് തന്നെ ഒരു വീഡിയോ എടുക്കാം. അത് ഒരുപാട് നേരം കയ്യിൽ പിടിച്ച് നിൽക്കാൻ പറ്റില്ലല്ലോ. ഇത് നമ്മളെ തൊട്ട് താഴത്തെ വീട്ടിലെ അവിടെ കോഴി അടവെച്ച കുറച്ച് കോഴിമുട്ടയാട്ടോ. അപ്പോൾ ഇതാക്കുന്ന അവിടുത്തെ കോഴി കൂട്ടിലിങ്ങനെ മുട്ടിയിട്ടായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഇത്ര ശ്രദ്ധിക്കും പോലെ അവർ ശ്രദ്ധിക്കില്ലല്ലോ. അപ്പോൾ ഇതാക്കുന്ന അവിടുന്ന് കുറച്ച് കോഴിമുട്ട അപ്പോൾ വിരിഞ്ഞിറങ്ങി കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള മുട്ടയാട്ടോ. അപ്പോൾ ഒരുപാട് ഇപ്പോൾ 6-7 കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ 7, 8, 9, 10, 11, 12, 13, 14 കോഴിമുട്ടയുണ്ട്. മൊത്തത്തിൽ ഇതിൽ കുഞ്ഞുങ്ങളുണ്ടോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ അവിടുന്ന് ഒന്നും ചെയ്തില്ല. ഞാൻ അവിടുന്ന് കോഴിക്കുഞ്ഞുങ്ങളെ പിടിച്ചിട്ട് തള്ളക്കോഴി പിന്നെ അവർ 2-3 കുറച്ച് ദിവസമായി വിരിഞ്ഞിട്ട്, ഒരു കുഞ്ഞ് വിരിഞ്ഞിട്ട് എത്രയോ ദിവസമായി. അപ്പോൾ ആക്കുന്ന ഈ ഒരു കോഴിമുട്ടയിൽ മാത്രം കുഞ്ഞ് ഇളകി കളിക്കുന്ന കാണുന്നുണ്ട് കേട്ടോ. ഇത് കാണിച്ചിരിക്കോളെ, കണ്ടോ കണ്ടോ കാണുന്നുണ്ടോ? അപ്പോൾ ഇതാക്കുന്നത് ഇത് പെട്ടെന്ന് നമ്മളെ അടവെച്ച കോഴിക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടി എടുത്തോണം കേട്ടോ. ഇപ്പം അവിടെ വേറെ കോഴികൾ അടയിൽ ഇരിക്കാത്തതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് എടുത്തോണമെന്നാണ്. അപ്പോൾ ഇതെന്തായാലും ഇതിൽ കാൻഡിൽ ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് കുഞ്ഞുള്ളതും ഇല്ലാത്തതും ഒക്കെ വേർതിരിക്കണം. അപ്പം എന്തായാലും അപ്പം ഇന്നത്തെ പെട്ടെന്ന് ഈ ഒരു പരിപാടി നോക്കണം. പിന്നെ ഇന്നലെ രാത്രി നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞിറങ്ങിയിട്ടുണ്ട് കേട്ടോ. അവരൊക്കെ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും ഇന്ന് കുഞ്ഞു വിശേഷങ്ങളാട്ടോ. പിന്നെ രാവിലെ തന്നെ നമ്മൾ കോഴിനൊന്നും തുറന്നിട്ടില്ല, ആകെ ഒച്ചപ്പാടാട്ടോ അവിടെ. അപ്പോൾ മൊത്തത്തിൽ ഒച്ചപ്പാടാണ്. പിന്നെ ഒരു വിഷമം എന്ന് പറയാൻ, ഇന്നലെ വൈകുന്നേരം നമ്മളെ ആ ഒരു വായിൽ വരെ വന്ന ആ ഒരു കോഴി ഉണ്ടല്ലോ, അത് ചത്തുപോയിട്ടോ. അപ്പോൾ ഒരുപാട് വിഷമം തോന്നി. എന്താ വെച്ചാൽ വായിലൊക്കെ നമ്മൾ വിരകൾ അറിയാലോ, പലതരം ഉണ്ട്. നമുക്കും അറിയാൻ വൈകിപ്പോയി. അതിൻ്റെ സെപ്പറേറ്റ് മരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെന്താന്നൊക്കെ ഉള്ള ഞാൻ വേറൊരു വീഡിയോ എന്തായാലും ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്ക് പറ്റിയ ഒരു അബദ്ധം നിങ്ങൾക്കും കൂടി പറ്റണ്ട. അപ്പോൾ നമ്മളെ ഇപ്പോൾ ഇവിടെ വേറൊരു കോഴിക്കുള്ളത് മാറിപ്പോയി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കോഴിക്ക് അധികമായി പോയിട്ട് അതുകൊണ്ടാട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോവാം. രാവിലെ ഇന്നലത്തെ വേസ്റ്റ് ഒക്കെ കുറച്ച് കുറവാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളെ കോഴികൾക്ക് കൊടുക്കാൻ പപ്പായുടെ ഇല എടുത്തോണം കേട്ടോ. അപ്പൊ ഇതാക്കുന്നത് ഇതേപോലെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി അത് കുറച്ചുണ്ട്. അപ്പൊ ഇനി ഇതൊന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് ഒതുക്കിയെടുക്കണം. അപ്പോൾ വെള്ളം കുറച്ച് ചേർത്തിട്ടാട്ടോ ഞാൻ അരയ്ക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മിക്സി ലോഡ് അധികമായിട്ട് പെട്ടെന്ന് നാശമാവുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ടാട്ടോ അരയ്ക്കുന്നത്. അപ്പൊ തവിടുള്ളത് കൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പൊ എന്തായാലും നമുക്ക് ഇനി ഇത് അരച്ചെന്നെടുക്കട്ടെ. ഇപ്പോൾ ഇതാക്കുന്ന പപ്പായുടെ ഇല നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. എപ്പോൾ പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്ക് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാക്കുന്ന വെള്ളം ചേർത്തിട്ടാട്ടോ അരച്ചത്. പിന്നെ അപ്പോൾ നല്ല വെയിലാട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് വെള്ളം ചേർത്തിട്ടാണ് അരച്ചത്. പിന്നെ ഇതാക്കുന്ന അതിൻ്റെ വെള്ളം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് നമ്മൾ വെള്ളം കൂട്ടി അരച്ചുകൊണ്ട് തന്നെ വെള്ളം പിഴിഞ്ഞ് അരിപ്പയിൽ അരച്ചിട്ട് വെള്ളം മാത്രം മാറ്റി വെച്ചാട്ടോ. ഞാൻ കുറച്ച് കോഴികൾക്ക് ഈ ഒരു വെള്ളം കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ. പിന്നെ നമ്മളെ ലെയർ മാഷ് ഉണ്ട്, പിന്നെ അതും കൂടി മിക്സായി കൊടുക്കാൻ വെച്ച്. പിന്നെ നമ്മളെ തവിടും കൂടി ഉണ്ട്. അപ്പോൾ അതും കൂടി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടോ. ഇത് ലെയർ മാഷാട്ടോ. ലെയർ മാഷ് ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ തവിടും, ഇതിൻ്റെ തവിട് കുറേ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ അതിൽ. അപ്പോൾ തവിടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇന്നലത്തെ തലേത്തെ കുറച്ച് ചോറും അതേപോലെ കുറച്ച് കറിയും കുറച്ച് വേസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ആക്കുന്നത് കേട്ടോ. തവിടും ലെയർ മാഷൊക്കെ കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ കൊടുക്കട്ടോ. പിന്നെ രാവിലത്തെ കുറച്ച് വേസ്റ്റൊക്കെ എന്തായാലും നമ്മളെ വീടുകളിലൊക്കെ എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതും കൂടി ഇട്ട് കൊടുക്കും. ഇങ്ങനെ തന്നെ വെള്ളമൊന്നും കൂട്ടാതെ അരക്കുകയാണ്. ഇത് അതേപോലെ ഒരു ഇതുണ്ടാവും കേട്ടോ. അവരെപ്പോഴും ഇങ്ങനെ കൊത്തി തിന്നുകൊണ്ടേ ഇരിക്കും കേട്ടോ. പിന്നെ നനവൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് അവർ കഴിച്ച് തീർക്കുകയും ചെയ്യും. ഇങ്ങനെ ആകുമ്പോൾ അവരിങ്ങനെ കുറേ നേരം കൊത്തി തിന്നാൻ ഇങ്ങനെ ഉണ്ടാവും. പിന്നെ ഇതാക്കുന്ന രാത്രിത്തെ ആ ചോറുണ്ടല്ലോ, ചോറും കുറച്ച് കറിയൊക്കെ ഉണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ഇതിലേക്ക് ഇട്ടിട്ട് ഇളക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഇല മാറ്റി വെക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ കുഞ്ഞുങ്ങൾക്ക്.
പിന്നെ മറന്നു പോയിട്ടോ. പിന്നെ ഇനിയിപ്പോൾ അവർക്ക് സാധാ തീറ്റയും ആ ഒരു ഇലയുടെ വെള്ളവും കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. ഇനി ഉച്ചയ്ക്ക് അങ്ങനെ അവർക്ക് ഭക്ഷണത്തിൽ പപ്പായയുടെ ഇല ഉൾപ്പെടുത്തി കൊടുക്കുകയെങ്കിൽ അവർ 2 മാസമൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഇതൊക്കെ കൊടുക്കാം കേട്ടോ. കൊടുക്കേണ്ടതല്ല, അപ്പോൾ കുറച്ച് കൊടുക്കുക. അത് മൊത്തത്തിൽ ഞാൻ ചോറ് കൊടുക്കുകയല്ല ഞാൻ നമ്മുടെ കുഞ്ഞു കോഴികൾക്ക്. അപ്പോൾ തീറ്റയൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് ഇന്നലെ പുറത്തേക്ക് പോയപ്പോൾ വാങ്ങിച്ചാട്ടോ. കുറേ ആയി ഞാൻ വിചാരിക്കുന്നത് ഇതേപോലെ ഒരു വെള്ളത്തിൻ്റെ ഒരു ബോട്ടിൽ വാങ്ങണം എന്നുള്ളത്. അപ്പോൾ ഇന്നലെ തീറ്റയൊക്കെ വാങ്ങാൻ പോയപ്പോൾ വാങ്ങിയതാട്ടോ. പിന്നെ നമ്മൾ കോഴികൾക്ക് ഇതേപോലെ കൊത്തി കുടിക്കാൻ സൗകര്യമുള്ള ബോട്ടിൽ വേണം വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഉള്ളത് 2 ഉള്ളത് അവർക്ക് ഇങ്ങനെ കൊണ്ട് കൊത്തി കുടിക്കാൻ പറ്റാത്ത കേട്ടോ. അതുകൊണ്ടാട്ടോ വലുത് വാങ്ങിയത്. പിന്നെ നമുക്ക് നമ്മുടെ കോഴി വളർത്തലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ പണിയും എളുപ്പമാണ്. എന്ന് വെച്ചാൽ രാവിലെ നമ്മൾ വെള്ളം വെച്ച് കൊടുത്താൽ പിന്നെ പിന്നെ തീർന്നിട്ട് നമുക്ക് വേറെ വെള്ളം വെച്ചാൽ തട്ടി തൂക്കി അങ്ങനെയൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് വാങ്ങിച്ചാട്ടോ. അപ്പോൾ നിങ്ങളും കൂടി കാണിച്ചു തരല്ലോ എന്ന് വിചാരിച്ചു. അപ്പൊ രാവിലത്തെ കലാപരിപാടികളാട്ടോ ഈ കാണുന്നതൊക്കെ. അപ്പൊ ഇന്ന് ഒട്ടും നേരമില്ലാത്തതുകൊണ്ടാട്ടോ ഒന്ന് പെട്ടെന്നൊരു വീഡിയോ അങ്ങനെ പറഞ്ഞു പോകുന്നത്. അപ്പൊ ഇതാട്ടോ നമ്മളെ ആ ലാസ്റ്റ് വരുന്ന കോഴിക്കുഞ്ഞുങ്ങളാട്ടോ. അപ്പൊ കുറച്ച് വലുതായിട്ടുണ്ട്, വാലൊക്കെ മുളച്ച് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവരെ എപ്പോഴെങ്കിലൊക്കെ കൂട്ടിന്ന് പുറത്തിറക്കാറുള്ളൂ. കൂട്ടിൽ തന്നെയാട്ടോ. ഇടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ വലിൻ്റെ ഉള്ളിലാക്കിയാൽ തന്നെ വലിൻ്റെ ഉള്ളിൽ നിന്ന് ആ ചെറിയ ഒരു ഭാഗത്ത് മാത്രം കുറച്ച് വലിയ കണ്ണിയുള്ള ഒരു വലയുണ്ട്. അപ്പൊ അതിന്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് ഇറങ്ങും. അപ്പൊ നമ്മൾ എപ്പോഴും കണ്ണെത്തില്ലല്ലോ. അപ്പോൾ എപ്പോഴെങ്കിലൊക്കെ തുറന്നു വിടാറുണ്ട്. പിന്നെ ഇവർക്ക് കൂട്ടിൽ തന്നെ നിൽക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കൂട്ടിൽ തന്നെയായിട്ടുള്ളത്. ഇതായിട്ട് നമ്മുടെ കോഴിക്കുഞ്ഞ് ഇതിൽ 6 എണ്ണ വിരിഞ്ഞിട്ടുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞ ഇത് പകുതിക്ക് ഇതിന്റെ മുമ്പ് വന്ന് കോഴികൾ മുട്ടയിട്ടായിരുന്നു അകത്ത് കയറിയിട്ട്. അപ്പൊ അതിൽ കുഞ്ഞുങ്ങളുണ്ട്, വിരിയാനായിട്ടില്ല. അപ്പൊ ആ ഒരു കോഴിമുട്ട നമ്മൾ ഇതാക്കുന്ന ഇവിടെ 2 കോഴികളുണ്ടായിരുന്നു. ഇപ്പൊ ഒരു കോഴി പുറത്തേക്ക് ഇറങ്ങിപ്പോയതാട്ടോ. അപ്പൊ അവർക്ക് വെച്ചു കൊടുക്കാന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഇതിലിപ്പോ 10-17 കോഴിമുട്ട ഉണ്ട്. ഓൾറെഡി ഇപ്പൊ 18 ഉണ്ടാവും. ഇപ്പൊ ഇന്നിപ്പോ ഒരു കോഴിമുട്ട വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് രാവിലെ നമ്മൾ ആ ഒരു കോഴിമുട്ട കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പൊ അതില് ബാക്കി ഒരു കോഴിക്കുഞ്ഞ് ഓൾറെഡി പൊട്ടി കിടക്കുന്നുണ്ട്, തോട് പൊട്ടിയിട്ടുണ്ട്. അപ്പൊ അതിലൊരു കോഴിമുട്ട ഞാൻ ഇതാക്കുന്ന ഇതിലുള്ള തള്ളക്കോഴി എണീച്ച് പോയപ്പോ ഞാൻ ഇതാക്കുന്ന ഈ ഒരു കോഴിക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വിരിഞ്ഞിട്ട് അതിലേക്ക് മാറ്റി വെക്കാലോ എന്ന് വിചാരിച്ചിട്ടോ. പിന്നെ ഒരു കോഴിമുട്ട ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതും ഈ ഒരു അടക്കോഴിക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതാക്കുന്ന ഈ ഒരു കോഴിമുട്ട കേട് വന്നതാട്ടോ. ഇതിലുള്ള കോഴിമുട്ടയാട്ടോ. പിന്നെ ഇപ്പൊ നമ്മളെ കയ്യിലിപ്പോ 6 കോഴിക്കുഞ്ഞാട്ടോ വിരിഞ്ഞിറങ്ങിയിട്ടുള്ളത്. അപ്പൊ എന്തായാലും ഇവരാണുള്ളത്. പിന്നെ ഇതിൽ വിരിയാനായ കോഴിമുട്ടയാട്ടോ. അപ്പൊ അതും കൂടി ഞാൻ ഇവർക്ക് വെച്ച് കൊടുക്കണം. ഇതിലിപ്പോ 2 തള്ളക്കോഴി കൊടുക്കുന്നതുകൊണ്ട് സുഖമായിട്ട് അവർക്ക് കോഴിമുട്ടയൊക്കെ ചൂട് നല്ലോണം കറക്റ്റ് ആയിട്ട് കിട്ടിക്കോളും. എല്ലാം കൂടി പറഞ്ഞ് ആകെ കൺഫ്യൂഷൻ ആയില്ലേ. അപ്പൊ എന്തായാലും നമ്മൾ ഡെയിലി വീഡിയോ ഇടുന്നുണ്ടല്ലോ. അപ്പൊ അതിൽ കൂടെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ എത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. പുതുതായിട്ട് നമ്മളെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പൊ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്കൊക്കെ ഒരു പ്രചോദനമായിരിക്കട്ടെ എൻ്റെ ഈ ഒരു വീഡിയോ. എന്ന് വെച്ചാൽ വീട്ടിലിരുന്നു കൊണ്ട് നമുക്ക് ചെറിയൊരു വരുമാനം കൂടി ഉണ്ടാക്കാൻ പറ്റുന്നൊരു കാര്യം കൂടിയാണ് നമ്മുടെ ഈ ഒരു നാടൻ കോഴി വളർത്തൽ അല്ലെങ്കിൽ കോഴി വളർത്തലൊക്കെ കേട്ടോ. അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ടും അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിലൂടെ അറിയിക്കാം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം.